അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിത നേതാക്കളെ, പ്രിയപ്പെട്ട കലാപ്രതിഭകളെ, SSF സാഹിത്യോത്സവിൻ്റെ ധർമ്മധന്യമായ ഈ വേദിയിൽ ആധുനിക വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അല്പം നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നെൽസൺ മണ്ടേല പറഞ്ഞു വെക്കുന്നുണ്ട്, ലോകത്തെ മുഴുവൻ മാറ്റാൻ ഉപയോഗിക്കുന്ന ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസമെന്ന്. ഇന്നത്തെ പഠനം നാളെയുടെ വിജയത്തിൻ്റെ വാതിലുകൾ തുറക്കുമെന്നതാണ് ആപ്തവാക്യം. ലോകം ഇന്ന് അതിവേഗ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. പണ്ട് കാലത്ത് വിദ്യാഭ്യാസം പുസ്തകജ്ഞാനത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ ഇന്ന് അത് ജീവിതത്തെ രൂപപ്പെടുത്തുകയും ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ശക്തിയായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിവുകളും ചിന്തയും ആത്മവിശ്വാസവും വളർത്തുക എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ മർമ്മപ്രധാന താൽപ്പര്യമായി മാറിയിരിക്കുകയാണ്. പണ്ട് ഡോക്ടർ, ടീച്ചർ, എഞ്ചിനീയർ എന്നീ പരിമിതമായ ജോലികൾ മാത്രമാണ് കൂടുതൽ പരിചയമുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഒരാളുടെ കഴിവിനും താൽപ്പര്യത്തിനുമനുസരിച്ച് വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകളിലെ സാധ്യതകൾ തുറന്നു കിടക്കുകയാണ്. പുതിയ തലമുറകളുടെയും യുവജനങ്ങളുടെയും സ്വപ്നം പുതിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ് തുടങ്ങിയ മേഖലകൾ അതിവേഗ വളർച്ചയ്ക്ക് വിധേയമാവുകയാണ്. AI പൊട്ടിത്തെറിച്ച വികാസത്തിൽ ലോകം അത്ഭുതപര തന്ത്രമായി നോക്കി നിൽക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ രീതികളും സാധ്യതകളും പുതിയ ഉയരങ്ങളിലേക്ക് വളർന്നിട്ടുണ്ട്. മത്സരങ്ങളുടേതാണ് പുതിയ കാലവും ലോകവും. പുസ്തകത്തിലെ വിവരങ്ങൾ അടുക്കി വച്ചത് കൊണ്ട് മാത്രം ജീവിതത്തിൻ്റെ ഉയരങ്ങൾ പ്രാപിക്കാൻ സാധിക്കണമെന്നില്ല. മറിച്ച് നമ്മുടെ സർഗാത്മകത, കാര്യക്ഷമത, പ്രാവീണ്യം, നേതൃപാടവം തുടങ്ങിയ വൈവിധ്യമാർന്ന കഴിവുകൾ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെയും തൊഴിലിൻ്റെയും അനേകം വാതായനങ്ങൾ തുറന്നിടുകയാണോ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം. നമ്മുടെ കേരളം ലോകത്തിന് വിവിധ മാതൃകകൾ സമ്മാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിലും കേരളം ഏറെ മുന്നിലാണ്. പക്ഷേ തൊഴിൽ സാധ്യതയിൽ നമ്മുടെ നാട് ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് രൂപപ്പെട്ടത്? തൊഴിലന്വേഷകരായി മാത്രം നമ്മൾ പരിമിതപ്പെടാതെ തൊഴിൽ സൃഷ്ടിക്കുന്നവരായി നമുക്ക് പരിവർത്തന വിധേയമാവാൻ സാധിക്കേണ്ടതുണ്ട്. പ്രതീക്ഷയുള്ള വിധം സ്റ്റാർട്ടപ്പ് സംസ്കാരവും സ്കിൽസ് ഡെവലപ്മെൻറ്റും ഇന്ന് സഹായകരമാകും വിധത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ നമുക്ക് ഉയരങ്ങൾ പ്രാപിക്കാൻ സാധിക്കേണ്ടത് സമൂഹത്തിനും നാടിനും ഉപകാരപ്രദമാകും വിധത്തിലുള്ള മൂല്യങ്ങൾ സ്വീകരിച്ചു കൊണ്ടാണ്. പണം വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന മാനദണ്ഡമായി മാറുന്നു എന്നതാണ് ലോകം ഇന്ന് അനുഭവിക്കുന്ന ഒരു പരിമിതി. മൂല്യബോധവും ശരിയായ കാഴ്ചപ്പാടുകളും വിദ്യാഭ്യാസത്തിൻ്റെ അന്തസത്തയാണ്. ആ അന്തസത്തയെ സ്വീകരിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെയും തൊഴിലിൻ്റെയും ധാർമ്മികവൽക്കരണം പൂർത്തീകരിക്കപ്പെടുന്നത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് മനുഷ്യൻ്റെ രസതന്ത്രവും ധാർമ്മിക സംസ്കാരവും മൂല്യബോധവും ദൈനംദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക വിദ്യാഭ്യാസ രീതികൾ പലപ്പോഴും അത്തരം പണക്കൊഴുപ്പിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെയും മാത്രം സംവിധാനങ്ങളായി ചുരുങ്ങുന്നു എന്നത് സങ്കടകരമാണ്. പ്രിയപ്പെട്ടവരെ, ഉന്നതമായ വിദ്യാഭ്യാസവും അതിനനുസൃതമായ തൊഴിലും നേടുന്നതോടൊപ്പം ആധുനിക കാലത്തിൻ്റെ സ്പന്ദനങ്ങളെ തൊട്ടറിഞ്ഞുള്ള മുന്നേറ്റവും സാധ്യമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സാധ്യത ഒരു കലയാണെന്നും ആ കലയെ പരിപോഷിപ്പിക്കാൻ നമ്മുടെ കഠിനാധ്വാനം പ്രധാനമാണെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാഹിത്യോത്സവിൽ ഹൈസ്കൂൾ ലൊക്കേഷൻ മലയാളം അവസാനിച്ചിരിക്കുന്നു. വിധികർത്താക്കൾക്ക് കൃതജ്ഞത. സാഹിത്യോത്സവിൽ നിന്നും വിളിച്ചിരിക്കുന്നു ക്യാമ്പസ് മധുരഗാനം. ഇനിയും